ഒരാൺമക്കളുടെ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ജോലി ദിവസവും കൂടുതലാണ്. എത്ര നമ്മൾ അടുക്കി പറക്കി വെച്ചാലും അവർ ഏതെങ്കിലും വഴി കൂടെ വന്നിട്ട് അതെല്ലാം വീണ്ടും വലിച്ചു വാരിയിട്ട് വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടാക്കും. ഇപ്പം അങ്കൂട്ടം ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ഞാൻ എല്ലാം തട്ടിക്കുടഞ്ഞ് പുതിയ ഷീറ്റ് വിരിച്ച ബെഡിനകത്ത് അവൻ തന്നെ പോയിട്ട് ഒരു പാത്രം മിക്സർ എടുത്തുകൊണ്ട് മൊത്തം അവിടെ തട്ടി തൂവിയിട്ടു. നോക്കിക്കോണേ ഓരോ പാട്. പക്ഷെ സാറില്ല, കുഞ്ഞുങ്ങളല്ലേ, അവരങ്ങനെയാണ് വളരുന്നത്. ഓരോ കുസൃതികൾ കാണിച്ചു അങ്ങനെ ആക്റ്റീവായിരിക്കണം എപ്പോഴും കുട്ടികൾ. പിന്നെ ഞാനത് ഈ സാധാരണ അരി അരച്ചാൽ നേരത്തെ അരി വെള്ളത്തിലിട്ട് അരച്ച് വെക്കും കേട്ടോ. ഏകദേശം 2:30-3 മണിയാകുമ്പോഴേ ഞാൻ അരച്ച് വെക്കും. എന്നാലും എനിക്ക് പുളിച്ച് പൊന്തത്തുള്ളൂ. ഞാൻ അതിനായി ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ മാവ് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് അടച്ച് വെക്കാവൂ കേട്ടോ. എന്നാലേ പുളിച്ച് പൊന്തത്തുള്ളൂ. ഞാനങ്ങനെയാണ് ദിവസവും ചെയ്യുന്നത്. എനിക്കത് കഴിഞ്ഞ ഉടനെ എൻ്റെ അടുക്കള നന്നായി തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഒതുക്കി വെക്കണം. ഇല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. ഞാൻ ദിവസവും ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് കുഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം രാവിലെ തന്നെ ജോലി ഒതുക്കി ക്ലിയറാക്കി വെക്കും. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ അടുക്കള ഓൾറെഡി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ 1-2 പാത്രം, അത് ഈ അരി അരച്ചതിൻ്റെ മാത്രമാണ് കേട്ടോ. അതെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നെ വൃത്തിയാക്കി തന്നെ ഞാൻ വെച്ചേക്കുന്നത്. ഞാനങ്ങനെ എപ്പോഴും അഴുക്കാക്കി വെക്കില്ല, എനിക്കിഷ്ടമല്ല. അതുപോലെ രാജശേഖരനും ഒട്ടും ഇഷ്ടമല്ല നമ്മൾ വൃത്തികേടാക്കി വെക്കുന്നത്. എപ്പോൾ അടുക്കള കയറി വന്നാലും എന്നെ വഴക്ക് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന പാത്രം അപ്പം തന്നെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കും. ഇത് കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്കൂട്ടനെ. അപ്പോൾ ആ പാത്രവും കഴുകി വെച്ച ജോലി അങ്ങ് തീരുമല്ലോ. പിന്നെ നമുക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കാമല്ലോ.